മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജനുവരി 24 ശനി. BJP സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഉത്തരാഖണ്ഡിലും ത്രിപുരയിലും വർദ്ധിച്ചു വരുന്ന വർഗീയ സംഘർഷങ്ങളാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിന്റെയും ത്രിപുരയുടെയും ചുവരെഴുത്തുകൾ. ശാന്തമെന്നും സുന്ദരമെന്നും നാം വിശ്വസിച്ച രാജ്യത്തിന്റെ ഓരോരോ കോണുകൾ വിദ്വേഷത്തിന്റെയും അപരനിന്ദയുടെയും വിഷപ്പുകയിൽ മുങ്ങുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചകൾക്കാണ് വർത്തമാനകാല ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മദേശമെന്ന ഖ്യാതി മറന്നുപോകും വിധത്തിൽ വംശഹത്യയാൽ കുപ്രസിദ്ധമായ ഗുജറാത്തും അടിക്കടി വിദ്വേഷ കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്ന UPയും മധ്യപ്രദേശും രാജസ്ഥാനുമെല്ലാം വാർത്തയിൽ നിറയുമ്പോഴും വർഗീയ സംഘർഷങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന ത്രിപുര, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ നടുക്കുന്നവയാണ്. വിഭജനവേളയിലെ ചില്ലറ അസ്വാരസ്യങ്ങൾ ഒഴിച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിൽ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങളോ കലാപങ്ങളോ സാധാരണമല്ലാത്ത ഇടം എന്ന അഭിമാനകരമായ സ്ഥാനം ത്രിപുരയ്ക്കുണ്ടായിരുന്നു ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ. 2018 BJP സർക്കാർ ആദ്യമായി അധികാരം പിടിച്ചതിൽ പിന്നെയാണ് അവിടുത്തെ സൗഹൃദാന്തരീക്ഷം തകിടം മറിഞ്ഞത്. 2019 2 തവണ വർഗീയ സംഘർഷങ്ങളുണ്ടായ ആ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് ഇപ്പോൾ കലാപവും കൊള്ളിവെപ്പും ഉണ്ടാവാൻ പ്രത്യേകിച്ചൊരു കാരണം പോലും വേണ്ട എന്ന സ്ഥിതി വന്നിരിക്കുന്നു. വർഗീയ ആവേശിതരായ അക്രമികൾ ഈ മാസം 10 ഉനാക്കോട്ടി ജില്ലയിലെ ഷിമുൾത്തല മേഖലയിൽ മുസ്ലിം സമുദായത്തിന്റെ വസ്തുവകകളും മസ്ജിദുമെല്ലാം നശിപ്പിക്കാൻ ഒരുമ്പെട്ടതിന്റെ കാരണമറിഞ്ഞാൽ ആരും നടുങ്ങിപ്പോകും. ഒരു പ്രാദേശിക ഉത്സവത്തിലെ പൂജയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട പണം നൽകാൻ വിസമ്മതിച്ചതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് കലാപത്തീയായി പടർന്നത്. BJP സർക്കാർ കൃത്യമായ പക്ഷം ചേരൽ നടത്തുന്നതിനാൽ പോലീസും കലാപകാരികൾക്ക് സഹായകമായ നിലപാടെടുക്കുകയും വസ്തുവകകൾ നശിച്ച മനുഷ്യർക്കെതിരെ കേസ് ഭീഷണി ഒഴുക്കുകയും ചെയ്യുന്നതായി ന്യൂനപക്ഷ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും ചൂണ്ടിക്കാട്ടുന്നു. മണിപ്പൂർ കത്തിയെറിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോഴും അതേക്കുറിച്ച് പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പ് റാലികളും വിദേശയാത്രകളും തുടർന്ന പ്രധാനമന്ത്രിയെപ്പോലെ കലാപമേഖലകളിൽ നിന്ന് ഒളിച്ചോടി അയൽമണ്ഡലങ്ങളിൽ റോഡ് ഷോയും മറ്റ് പരിപാടികളുമായി അരങ്ങു തകർക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹ. ഉത്തരാഖണ്ഡാണ് വർഗീയ കുറ്റകൃത്യങ്ങളുടെ മറ്റൊരു ഹോട്ട്സ്പോട്ട്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട നൈനിറ്റാളും വിശുദ്ധ നഗരങ്ങളായി എണ്ണപ്പെടുന്ന ഹരിദ്വാറും ഉത്തരകാശിയുമെല്ലാം ഒട്ടനവധി വർഗീയ വിദ്വേഷ സംഭവ പരമ്പരകൾക്ക് വേദിയായിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം 2017 സംസ്ഥാനത്ത് BJP ഭരണത്തിലേറിയതോടെയാണ് ഇവിടെയും സാമൂഹിക കാലാവസ്ഥ മാറ്റം സംഭവിച്ചത്. 2021 ഹരിദ്വാറിൽ നടന്ന ധർമ്മ സംസദ് മുസ്ലിങ്ങൾക്കെതിരെ വംശഹത്യ നടത്തണമെന്ന പരസ്യമായ ആഹ്വാനം മുഴക്കി. പിന്നാലെ മസ്ജിദുകളും മദ്രസകളും പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും സാമ്പത്തിക ബഹിഷ്കരണം നടത്താനുള്ള തിട്ടൂരവും ബഹുവിധ ജിഹാദ് ആരോപണങ്ങളും ഉയർന്നു വന്നു. കവലകൾ തോറും ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ വിദ്വേഷ പ്രസംഗങ്ങളും ബഹിഷ്കരണ ബാനറുകളും വ്യാപിച്ചിരിക്കുന്നു. 2025 ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടന്ന 5 സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തരാഖണ്ഡ് എന്ന് ഇന്ത്യ ഹേറ്റ് ലാബ് പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ മാത്രമല്ല, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പഠന ഉപജീവന ആവശ്യങ്ങൾക്കായി എത്തുന്ന വംശീയ ന്യൂനപക്ഷങ്ങളും ഇവിടെ ആക്രമണങ്ങൾക്കിരയാവുന്നു. തന്റെ സഹോദരനെ വംശീയവും ജാതീയവുമായി അധിക്ഷേപിച്ച് ആക്രമിച്ചവരെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ത്രിപുരയിൽ നിന്നുള്ള MBA വിദ്യാർത്ഥി ഏഞ്ചൽ ചക്മ ഡിസംബർ അവസാന വാരം ഡെറാഡൂണിൽ കൊല്ലപ്പെട്ടത്. ചൈനക്കാരനെന്ന് വിളിച്ച് ആക്രമിച്ചവരോട് ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നും എന്ത് രേഖകളാണ് വേണ്ടതെന്നും ഏഞ്ചൽ വിളിച്ചു പറഞ്ഞിട്ടും അവർ കൂട്ടാക്കിയില്ല. തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു ആക്രമണം എന്നായിരുന്നു ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട പോലീസ് അധികാരികൾ ഇതേക്കുറിച്ച് ന്യായീകരിച്ചത്. ഉത്തരാഖണ്ഡിലെ വിവിധ പ്രദേശങ്ങളിൽ വസ്തുതാന്വേഷണം നടത്തിയ പൗരാവകാശ സംഘടനയായ APCR പുറത്തുവിട്ട റിപ്പോർട്ട് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ് എന്ന ചിത്രം നൽകുന്നുണ്ട്. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപവൽകൃതമാവുന്നതിന് പതിറ്റാണ്ടുകൾ മുമ്പേ അവിടെ താമസിച്ചു പോരുന്ന മുസ്ലിം കുടുംബങ്ങൾക്ക് ബഹിഷ്കരണ ആക്രമണ ഭീഷണി ഭയന്ന് രാഖി രാമാനം നാടുവിട്ടു പോവേണ്ട സാഹചര്യമുണ്ടായത് വസ്തുതാന്വേഷണ സംഘാംഗങ്ങൾ എടുത്തു പറയുന്നു. നിയമവിരുദ്ധ താമസക്കാർ എന്നാരോപിച്ചും നിയമങ്ങളെല്ലാം അട്ടിമറിച്ചും രാജ്യത്തെ പൗരരെ ബഹിഷ്കരിക്കുകയും ശാരീരിക ആക്രമണങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഹിന്ദു എന്ന നിലയിലും ഇന്ത്യക്കാരി എന്ന നിലയിലും ലജ്ജിക്കുന്നു എന്നാണ് ഉത്തരാഖണ്ഡ് സന്ദർശിച്ച മാധ്യമപ്രവർത്തക സൃഷ്ടി ജയ്സ്വാൾ തുറന്നു പറഞ്ഞത്. ഉത്തരകാശിയിൽ തുടങ്ങിയ അക്രമങ്ങൾ ഇപ്പോൾ ചമോലിയിലേക്കും മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണെന്നും ഇത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ഉപജീവന മാർഗത്തെയും ബാധിക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. നാടുനീളം നടന്ന് ഒരു സമുദായത്തിനെതിരെ വിദ്വേഷം വിളമ്പുന്നവരെ കൈയടിച്ചും കാറിൽ കയറ്റിയും പൊന്നാടയിട്ടും പ്രോത്സാഹിപ്പിക്കുന്നവർ ഉത്തരാഖണ്ഡിന്റെയും ത്രിപുരയുടെയും ചുവരെഴുത്തുകൾ വായിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴും തിരുത്താനുള്ള സാവകാശമുണ്ട്. ഒരുപക്ഷെ നാളെ അത് സാധ്യമായെന്ന് വരില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.